കേരളം കൊടും വരൾച്ചയിലേക്ക് നീങ്ങുമ്പോൾ പുഴകളുടെ തീരങ്ങളിൽ താമസിക്കുന്നവരുടെ ജീവിതകഥയെ സിനിമയാക്കിയിരിക്കുകയാണ് നവാഗത സംവിധായകനായ അലിഫ് ഷാ. വെറും 1 ലക്ഷം രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച ഓരോ പുഴയും പറയുന്നത് എന്ന ഈ സിനിമ ഇപ്പോൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രദർശിപ്പിക്കുകയാണ്. ചിത്രം നാളെ കുറ്റിപ്പുറത്ത് പ്രശസ്ത സാമൂഹ്യ പ്രവർത്തക ദയാഭായിയുടെ സാന്നിധ്യത്തിൽ പ്രദർശിപ്പിക്കും. പുഴയുടെ ഇരുകരകളിലുമായി താമസിക്കുന്ന 2 പേരുടെ ആത്മബന്ധം ആവിഷ്കരിച്ചുകൊണ്ട് അതിലൂടെ നശിപ്പിക്കപ്പെടുന്ന ഭൂമിയിലെ എല്ലാ പുഴയോരങ്ങളിലെയും മനുഷ്യാവസ്ഥകളെ ചിത്രീകരിച്ചിരിക്കുകയാണ് ഓരോ പുഴയും പറയുന്നത് എന്ന സിനിമ. അനുനിമിഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്തെ ഗ്രാമമായ കുമ്പിടിയിൽ ജനിച്ചു വളർന്ന യുവചിത്രകാരനും കവിയുമായ അലിഫ് ഷായാണ് മനുഷ്യരാൽ ഇല്ലാതാക്കപ്പെടുന്ന എല്ലാ നദികളുടെയും പ്രതീകമായി നിളയുടെ പശ്ചാത്തലത്തിൽ ഈ സിനിമയൊരുക്കിയത്. ഓരോ ഋതുഭേദത്തിലും പുഴയുടെ മുഖരേഖകളിൽ വരുന്ന ഭാവവ്യത്യാസങ്ങളെ പുഴക്കരയിലെ മനുഷ്യരിലൂടെയും കിളികളും പൂക്കളും പൂമ്പാറ്റകളും എട്ടുകാലികളും അടക്കമുള്ള അസംഖ്യം ആവാസ വ്യവസ്ഥ ജീവജാലങ്ങളിലൂടെയും പകർത്തുവാൻ ഈ ചിത്രം ശ്രമിക്കുന്നു. പുഴയുടെ സമസ്ത ഭാവങ്ങളുമാണ് സിനിമയുടെ മുഖമുദ്രയെന്ന് സംവിധായകൻ അലിഫ് ഷാ പറയുന്നു. കാടിന് നടുവിലൂടെ ഒഴുകുന്ന നീർച്ചാല് മാത്രമാണ് പുതിയ തലമുറക്ക് ഈ പുഴ. അവരറിയണം ഇവിടെ നിറഞ്ഞ് സമൃദ്ധമായിട്ട് നിലനിന്നിരുന്ന ഒരു പുഴ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത്. പുഴ എന്ന് പറഞ്ഞാൽ കേവലം ഒരു നീരൊഴുക്ക് മാത്രമല്ല, അതൊരു സംസ്കാരം കൂടിയാണ്. ഞങ്ങൾ ഈ സിനിമയെ ആവിഷ്കരിച്ചത് കേവലം ഒരു പുഴയൊഴുക്കായി മാത്രമല്ല. ഇതിലെ ജീവജാലങ്ങൾ, ഇവിടെ തുമ്പി, ഇവിടുത്തെ പ്രാണികൾ, ഇവിടുത്തെ എട്ടുകാലികൾ, ഇവിടെ അതിലുണ്ടായിരുന്ന ഓന്തുകൾ, ഇവിടുത്തെ ജീവജാലങ്ങളെ ഒക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പുഴ നശിച്ചു പോകുന്നതോടുകൂടി ഇതിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ ഇതിൻ്റെ സന്തുലനം തെറ്റി മറിയുകയാണ്. പുഴ ഒരു മരുഭൂമിയായി മാറിയിരിക്കുകയാണ്. ഓരോ പുഴയും പറയുന്നത് എന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ സ്ത്രീ കഥാപാത്രങ്ങളില്ല എന്നതാണ്. പുഴ തന്നെയാണ് ചിത്രത്തിലെ നായിക. നിള നദീതീരത്തെ ഗ്രാമവാസികളും ഫേസ്ബുക്ക് സാംസ്കാരിക കൂട്ടായ്മയായ തൃത്താല പെരുമയും പിരിച്ചു നൽകിയ ചെറിയ തുകകൾ ചേർത്താണ് ചിത്രമൊരുക്കിയത്. കഥയും സംവിധാനവും നിർവഹിച്ച അലിഫ് ഷാ തന്നെയാണ് പ്രധാന വേഷം അഭിനയിച്ചിരിക്കുന്നതും. തൃശൂർ ചെറുതുരുത്തിയിൽ മാർച്ച് 3 നടക്കുന്ന ഈ സിനിമയുടെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം പ്രമുഖ സാമൂഹ്യ പ്രവർത്തക മേധ പട്കർ നിർവഹിക്കും. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.